യോഗേന്ദ്ര യാദവ് പറഞ്ഞിരുന്നു, ഉത്തർപ്രദേശിൽ ഞങ്ങൾ പിച്ച് റെഡിയാക്കിയിരുന്നു, പക്ഷേ സമാജ്വാദി പാർട്ടിക്ക് കളിക്കാൻ പറ്റിയില്ല. അവരുടെ കളി മോശമായതുകൊണ്ട് അവർ തോറ്റതാണ്. പിച്ച് ഞങ്ങൾ കറക്റ്റായിട്ടുണ്ടാക്കി. അതുപോലെ പിച്ച് റെഡിയാക്കുന്ന ഒരു പ്രവൃത്തി അവർ തുടങ്ങിയിട്ടുണ്ട്. അതിലൊന്ന് ഒരു കർഷക സമരമാണ്. അമേരിക്കയിൽ നിന്ന് കർഷകരെ നശിപ്പിക്കുന്ന കരാറ്, അവിടെ നിന്നുള്ള പ്രോഡക്ട്സ് എല്ലാം ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു. മാത്രമല്ല, ചെറുതായിട്ടാണെങ്കിലും അമുലിനെതിരെ ഒരു പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. അമുൽ ഡയറി പ്രോഡക്ട്സിൽ അണുബാധയുണ്ട്, ഇതാണ് ടെസ്റ്റ് റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇത് രണ്ട് രീതിയിലും, ഒന്ന് അമുൽ മോശമാണ്, മിൽമ മോശമാണ്, നന്ദിനി മിൽക്ക് മോശമാണ് എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ പാല് ഇറക്കുമതി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. അതേസമയം ഇത് കുറയുന്നു എന്നുള്ള, അപ്പം നമ്മുടെ ക്ഷീരകർഷകർ, മറ്റ് കർഷകർ, ഇവരെല്ലാം ഈ ഡയറി പ്രോഡക്ട്സ് വാസ്തവത്തിൽ ഇപ്പോൾ കുറേശ്ശെ നമുക്ക് പല സ്ഥലത്തുനിന്ന് വരുന്നുണ്ട്. ഹോളണ്ടിൽ നിന്ന്, അവിടെ നിന്ന്, ഇവിടെ നിന്ന് ചില ഡയറി പ്രോഡക്ട്സ് വരുന്നുണ്ട്. നമ്മളാരും ഇത് ശ്രദ്ധിക്കാറില്ല. ബേക്കറിയിൽ ഫ്രിഡ്ജിലിരിക്കുന്നത് എന്തെങ്കിലും സാധനം നമ്മൾ കണ്ടു, ബട്ടർ അത് കണ്ടു, അത് മേടിച്ചു, എന്തോ ഒരു പേര്, ശരി, ഇത് ഇമ്പോർട്ടൻ്റ് ആണോ ഇന്ത്യൻ ആണോ എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നാളെ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കും, ഇന്ന പ്രോഡക്ട്സ് ഒക്കെ ഇമ്പോർട്ടഡ് ആണ്. അപ്പം ഞാനും വായിച്ചു നോക്കിയിട്ട് ഇത് എത്രയോ കാലമായിട്ട് ഞാൻ കാണുന്നു, ഇതെന്താ പുതിയ സാധനം, എന്താ ഇല്ല, ഇത് പുതിയതാണ് എന്ന് പറഞ്ഞിട്ട് ഭീകരമായ പ്രചരണം നടക്കും. ഇതുവരെ ഇല്ലാതിരുന്നതാണ്, ഉണ്ടായിരുന്നു എന്ന് നമ്മളെപ്പോലുള്ള പ്രചരണം മറ്റേ പ്രചരണത്തിൽ മുങ്ങിപ്പോകും. ഇങ്ങനെ കർഷകരെ, ക്ഷീരകർഷകരെയും മറ്റ് അഗ്രികൾച്ചറൽ സെക്ടറുള്ളവരെയും എല്ലാം ഇളക്കി വിടുക. അത് അവർ ഇളകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. അതിന് കൗണ്ടറായിട്ട് BJP വെറുതെ ഇരിക്കില്ല. ഏതായാലും ആ ഒരു ലഹളയും ബഹളവും ഉണ്ടാവും.